ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ പറഞ്ഞതുപോലെ നീ എന്തിനാ എന്റെ കുടുംബത്തിലെ ദുരന്തങ്ങൾക്ക് കാവല് നിൽക്കുന്നത്? എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കും. ഞാൻ നിന്നെയും കൂടി പുറത്തിറങ്ങാൻ തീരുമാനിച്ചത്, അല്ലാതെ എനിക്കൊന്നും വാങ്ങിക്കാനല്ല. ഇത് ഏതാ സ്ഥലം? ഹായ് നിത്യേജി. മനുവിനെ നിന്റെ ഏട്ടൻ വിളിച്ചതാ. എന്നോട് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതു ഏട്ടനാ. എന്തിന്? നിങ്ങൾ രണ്ടുപേരും തമ്മിലൊന്ന് സംസാരിക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട. പറയുന്നത് കേക്ക് ജ്യോതി. പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ. മനു, ഇവളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ തലയും താഴ്ത്തി അധികമൊന്നും സംസാരിക്കാതെ നടക്കോള്. ജ്യോതി, താൻ വാ. ചെല്ല്. ഒരു കാലത്ത് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലേ നിങ്ങള്? പറ്റുമെങ്കില് ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് തന്നെ തിരിച്ചെത്ത്. ഇപ്പോഴത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുന്നതാ നല്ലത്. ഞാനിവിടെ നിൽക്കാം മനു. നിങ്ങൾ സംസാരിച്ചിട്ട് വാ. വാ ജ്യോതി, വാ. എന്താ പറ്റിയത്? നിനക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും അവനോടൊപ്പം ചെല്ല്. എന്നിട്ട് മതി വീട്ടുകാരുടെ തീരുമാനവും വിവാഹമൊക്കെ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി നിന്റെ ഏട്ടൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അത് ഓർത്തെങ്കിലും ഒന്ന് ചെല്ല്. ചെല്ല്. ശരി. ഹരി, ആന്റി, ഹരി ഇവിടുന്ന് എവിടേക്കെങ്കിലും മാറിപ്പോവാണോ? അമ്മാവൻ പറഞ്ഞല്ലേ. ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോയാലും ആന്റി ഒന്നും മാറേണ്ടി വരില്ല. അത് ഞാൻ അമ്മാവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു താമസ സ്ഥലം ശരിയാക്കി തരുന്നതല്ലല്ലോ പ്രശ്നം. അല്ലാതെ നമ്മൾ തമ്മിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? ഹരി, ഹരി എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് നിത്യയുടെ കാര്യത്തില്. അവളുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഓടുന്നത് മുഴുവനും ഒരറ്റത്ത് ഹരി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തില്. ഞാനൊരറ്റത്തുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചതെല്ലാം നിന്റെ മുൻപിലാണ്. എല്ലാത്തിന്റെ ഉത്തരം നിന്റെ മുൻപിലുണ്ട്. ശരിയാണ്, ജീവന്റെ കാര്യത്തിൽ നിത്യയ്ക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അവന്റെ മനസ്സിലെ ക്രൂരതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ഹരിക്ക് ബോധ്യമായതല്ലേ, എനിക്ക് ബോധ്യപ്പെട്ടതല്ലേ. അങ്ങനൊരുത്തന് സ്വന്തം മകനായാൽ പോലും ഞാൻ അവളെ വലിച്ചെറിഞ്ഞു കൊടുക്കണോ? അതാണോ ഇപ്പൊ ഹരി ഉദ്ദേശിക്കുന്നത്? ആന്റി,
ഞാൻ പല കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് വേണ്ടെന്ന് തോന്നുക. ആന്റി പറഞ്ഞതുപോലെ ഒരു പെരുവഴിയുടെ അറ്റത്ത് ഞാൻ കാത്തു നിൽക്കുമായിരുന്നു, നിങ്ങളുടെയൊക്കെ വരവും കാത്ത്. പക്ഷേ അതിന്റെ ആവശ്യമില്ലെന്ന് എന്നോട് ആവർത്തിച്ച് പറയുന്നത് നിത്യയാണ്. പിന്നെ പിന്നെ എന്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്? കുറെ ദിവസങ്ങളായിട്ടൊരു മണ്ടനെ പോലെ ആരൊക്കെയോ വിശ്വസിച്ചു, ആർക്കൊക്കെയോ വേണ്ടി തർക്കിച്ചു. എനിക്ക് മതിയായിട്ടാ. ഞാൻ വാക്ക് പാലിക്കാത്തവനാണെന്നോ ചങ്കൂറ്റം ഇല്ലാത്തവനാണെന്നോ എന്ത് വേണമെങ്കിലും ആന്റി കരുതിക്കോളൂ. എനിക്കിനിയും ഈ അവസ്ഥയിൽ തുടരാൻ വയ്യ. ഒരു പാടത്തിന്റെ കരയിലൂടെ അല്പം നടന്ന മനസമാധാനം കിട്ടുമായിരുന്നു എനിക്ക്. ഇപ്പോ അതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഞാൻ. ഒരു വരി വായിച്ച മനസ്സിൽ കയറുന്നില്ല. എന്തെങ്കിലും ഒന്ന് നല്ലത് ചിന്തിക്കാന്ന് വെച്ചാ ഈ ദുരന്തങ്ങൾ മാത്രമാണ് മനസ്സിൽ വന്ന് കയറുന്നത്. ഭ്രാന്തെടുക്കുന്നതിന് മുമ്പുള്ളൊരു ഒളിച്ചോട്ടം തന്നെയായത്. അങ്ങനെയാ ഞാൻ അമ്മാവനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ പൊയ്ക്കോ. തടഞ്ഞു നിർത്താൻ എനിക്ക് എന്താ അധികാരം അല്ലേ? മോനെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ പ്രസവിച്ചതൊന്നും അല്ലല്ലോ. പക്ഷെ ഒരു തെറ്റുപറ്റിപ്പോയി. ഞാൻ പ്രസവിച്ച മകൻ എന്റെ കുടുംബം തകർത്തപ്പോ ഞാൻ എത്തിപ്പെട്ടത് നിന്റെ കയ്യില്. ആ നിമിഷം മുതൽ സ്വന്തം മോനായിട്ട് കരുതുകയും ചെയ്തു. എന്റെ മണ്ടത്തരം. നീ പറഞ്ഞതുപോലെ നീ എന്തിനാ എന്റെ കുടുംബത്തിലെ ദുരന്തങ്ങൾക്ക് കാവല് നിൽക്കുന്നത്? എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കും. ഞങ്ങൾ ഇറങ്ങുന്നതും ഇറങ്ങാത്തതും ഒന്നും നോക്കണ്ട. ഞങ്ങൾ വെറും വാടകക്കാരല്ലേ, വെറും വാടകക്കാര്. വീട്ടുടമസ്ഥന് ഇറങ്ങാൻ പറയാൻ അവകാശമുണ്ട്. ശരി മോനെ.